മാം പറയുന്നത് മുന്നോട്ട് നീങ്ങണം. എന്ത് ചെയ്യണം? ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്യണം? കിട്ടോ, ഡ്രൈവിലേക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം? കിട്ടും. ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്കണം. നീങ്ങാൻ ആക്സിലേറ്റർ വേണോ? വേണ്ട അല്ല, ഞാൻ ചോദിച്ചതാ. പോവാ. പതിയെ നീങ്ങട്ടെ. മുൻവശം നോക്കി പയ്യെ വിട്ടു കൊടുക്കും വണ്ടിയെ. ഇത് മാത്രം നോക്കിക്കോ. റോഡിലേക്ക് നമ്മൾ കേറണ്ട മുഴുവൻ. റോഡ് കിട്ടിയില്ലേ? അതൊന്നും നോക്കണ്ട മാം, മുന്നിലേക്ക് നോക്കിക്കോ. നമ്മൾ റോഡിലേക്ക് കയറി ചെല്ലുന്നില്ലല്ലോ അവരെ ബ്ലോക്ക് ചെയ്യാൻ. പയ്യെ റോഡിൽ കയറാൻ പറ്റുവാ? വന്നോട്ടെ. പോയില്ലേ അവര്? ഇനി കയറാവാ? മാം അങ്ങോട്ട് നോക്കണ്ട മാം. റോഡേ കയറിയോ നോക്കിയാ വണ്ടി? കണ്ടാ മാം? അവിടെ നോക്കാതെ തന്നെ വണ്ടി റോഡിൽ എത്തിയില്ലേ? പതി ആക്സിഡന്റ് കൊടുത്തു. കൊടുത്താ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് വണ്ടി മാം എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കുക. പുറകിലേക്ക് നോക്കിയിരിക്കാതെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒതുക്കി നിർത്തിക്കുക. വണ്ടി സൈഡ് ഒതുക്കി നിർത്തുക. നിർത്തിക്കോ. എന്താ അവന്റെ പ്രശ്നം? പറ. എന്താ പ്രശ്നം? പറ. എന്നോട് ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഞാൻ അങ്ങോട്ട് പിടിക്കുമ്പോ വണ്ടി ഇങ്ങോട്ട് പോകുന്നുള്ള പറഞ്ഞേ. മാമിന്റെ പ്രശ്നം എന്താ ഞാൻ പറയാം. മാം മിററിൽ നോക്കി പേടിച്ചിരിക്കുക. ശരിയല്ലേ? പിന്നിൽ വരുന്നവരെയാ മാം നോക്കി പേടിക്കുന്നത്. അങ്ങനെ നോക്കി ഓടിച്ചപ്പോഴും മാം അവരെയല്ലേ നോക്കിയിരുന്നത് അല്ലേ? അങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വണ്ടി ഓടിച്ചോണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ നോക്കി ആവശ്യത്തിനൊരു സ്ഥലം എടുത്തു. നമ്മുടെ ഫ്രണ്ടിൽ തടസ്സമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സൈഡിൽ കൂടെ തന്നെ നീങ്ങുന്നതനുസരിച്ച് കുറേശ്ശെ റോഡിലേക്ക് എടുക്കുക വേണ്ട വണ്ടിയെ. അപ്പോൾ പിന്നിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീങ്ങാൻ പറ്റാതായി പോകും. അയാളും അറിയുന്നുണ്ട് മാം ഇൻഡിക്കേറ്റർ ഇട്ടാ റോഡിലേക്ക് ഇറങ്ങി വരുന്നത്. അയാളത് കണ്ടുകൊണ്ടാണ് വരുന്നത്. അവരും വേഗത കുറയ്ക്കുന്നുണ്ട്. മാമിന് വേണ്ടുന്ന സ്ഥലം എടുത്തെടുത്ത് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യൂ പോലെ അത്. നമ്മുടെ പുറകെ വരുന്നവർ നമ്മളെ നോക്കി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? സഡനായിട്ട് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് തട്ടുന്നത് അവിടുന്ന് വരുന്നവര്. നമ്മൾ സഡനായിട്ട് ഒരിക്കലും കയറുന്നില്ല. ഉണ്ടോ? നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കി നമുക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നത്. അതും മുഴുവനായിട്ട് റോഡിലേക്ക് ഇറങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത്. മിനിമം റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുക അല്ലേ? സ്പീഡിലല്ല ഒന്നും ചെയ്യുന്നത്. അവരും അതുപോലെ കണ്ടു തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോയി നോക്കാം ഒന്നുകൂടെ. ഇൻഡിക്കേറ്റർ റൈറ്റ്. കുറച്ച് നേരത്തേക്ക് ഈ മിറർ ഞാൻ എടുക്കുകയാണ്. അതിൽ കാണാമല്ലോ. നോക്കിക്കാം വണ്ടി ഉണ്ടാ. അപ്പൊ പതിയെ ഇറങ്ങാമല്ലോ. ഇനി ഫ്രണ്ട് നോക്ക്. മുഴുവനായിട്ട് റോഡേ കയറണ്ട. ഞാൻ മിനിമം സ്ഥലം കിട്ടി. ആ സ്ഥലത്ത് അറേഞ്ച് ചെയ്യുക. അതുപോലെ നീങ്ങി നോക്ക്. പോവാ പോട്ടെ. അവരെ നോക്കിയിരിക്കരുത്. ഒന്ന് ബ്രേക്കിൽ കാലുവാ. പോട്ടെ. നമ്മൾ ഏത് സൈഡ് നോക്കിയാ മാം ഈ വണ്ടി കൊണ്ടുപോകേണ്ടത്? അവിടെ ചുവന്ന വണ്ടി കിടപ്പില്ലേ, കാറ്? അത് കഴിയുമ്പോൾ ഒന്ന് ഒതുക്കി നിർത്തിക്കാം മാം. അപ്പം നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വയ്ക്കും. അതായത് പുറകെ വരുന്നവർ അറിയണം നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നതെന്ന്. ഇനി എന്തോ ചെയ്യണം മാം? തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഒതുക്കി നിർത്തും. പിന്നെ കാൽ ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോകരുത്. കാരണം വണ്ടി നിർത്താൻ പോവുക നമ്മൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മാമിന് എന്താണ് കുഴപ്പം? ഷാർപ്പായിട്ടാ ചെയ്തിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല. സെക്കൻഡ് ഇല്ലേ ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നു. കുറെ കൂടെ പുറകിലായിട്ട് മാം ഒതുക്കി നിർത്തിയെന്നെ ഈ വണ്ടിയെ. ശരിയല്ല? ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കാൻ പോകുന്ന വണ്ടിക്ക് പിന്നെ സ്പീഡ് എന്തിനാ വേണം? പിന്നെ ബ്രേക്കിന്റെ കൺട്രോളിലാണ് വണ്ടി വരേണ്ടത്. പിന്നെ നീങ്ങുന്നില്ലെങ്കിലാ വീണ്ടും മാം അതും സ്ഥലം ഓക്കെ ആണ്, നീങ്ങാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആക്സിലേറ്റർ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഉപയോഗിക്കരുത്. ശരിയാണ് മാം? കുറച്ചുകൂടി എളുപ്പത്തിൽ അവിടെ എത്തിക്കാൻ ശ്രമിക്കുക. അത് വേണ്ട. നിർത്താൻ പോകുന്ന വണ്ടിയാ. പിന്നെ അതിൽ സ്പീഡിന്റെ ആവശ്യമില്ല നമുക്ക്. അവനൊരു കുഴപ്പമൊന്നുമില്ല. ചുമ്മാ വെറുതെ ബ്രേക്ക് ഔട്ട് ചെയ്തും പ്രഷർ ഇല്ലാതെ പക്കായിട്ട് ഞങ്ങൾ പോലും അറിയാത്ത രീതിയിലായിരുന്നു.
പൊക്കിയെടുത്ത് ചവിട്ടിയിട്ട് പോലും മാം അത്രയും പ്രഷർ ചെയ്യുന്നില്ല. ചവിട്ടി നിർത്തുന്ന വണ്ടിയാ. പക്കായിട്ട് കൈകാര്യം ചെയ്ത്. ചുമ്മാ എങ്ങോട്ട് പോകണം പറ, അങ്ങോട്ട് പോവാം. ഞാൻ എവിടെ പോണെന്ന് പറ, പറഞ്ഞോ. അങ്ങോട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ബാക്ക് നോക്കാം മാം. തുരുതുരാ വണ്ടി വരുന്നുണ്ട് മാം, ഇറങ്ങണ്ട, അവിടെ നിന്നോ. എന്നിട്ട് മാമിന് പറ്റുന്ന ഒരു സിറ്റുവേഷൻ സമയം ബാക്കിൽ ഫ്രീ ആയിട്ട് വണ്ടി കിട്ടുന്ന എപ്പോഴാണോ അപ്പം ഇറങ്ങിപ്പോയാൽ മതി. അല്ലാതെ ധൃതി പിടിക്കണ്ട, നമുക്കൊരു അത്യാവശ്യമില്ല. ആ കാറ് പോയി ഇറങ്ങാൻ പറ്റുമോ? അതും കൂടെ പോട്ടെ. ഇനി ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ പോട്ടെ. മുഴുവനായിട്ട് റോഡിലേക്ക് കയറണ്ട. മിനിമം റോഡ് കിട്ടിയാൽ വണ്ടിയെ ലെവൽ ചെയ്യാൻ തുടങ്ങിക്കോണം മാം. ഇതിപ്പോൾ മിനിമം ആയി കണ്ട, ഇനി ലെവൽ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി പിന്നിലേക്ക് നോക്കിയിരിക്കരുത്. ഇനി ഫ്രണ്ടിലെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ വണ്ടിയെ സൈഡിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? കയ്യിലും മോദം എടുത്ത് വെച്ചിരിക്കുന്ന ഭാരവും കൂടെ ഒന്ന് കളഞ്ഞേക്കാം. ഇങ്ങനെ നടന്നു പോകുന്നവരൊരു ഹോൺ അടിച്ച് കടന്നു പോയാൽ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് പേടിക്കാനില്ല. അവര് വട്ടം ചാടുമെന്നൊരു ഭയം ഉണ്ടാവില്ല. ചിലപ്പോൾ അബദ്ധത്തിന് അവർ റോഡിലേക്ക് കയറി വരും. അപ്പൊ അങ്ങനെയുള്ള അപകടവും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെ തിരക്കോ മറവോ വരുമ്പോ മാം ബ്രേക്കേ കാല് വെച്ചോ, എന്നിട്ട് വണ്ടിയെ നിയന്ത്രിച്ചോ. ഒരു ഹോൺ അടിച്ച് കയറി ചെന്നു. അതിനപ്പം പകുതി റിസ്ക് കുറഞ്ഞ ആ കാറും വരില്ല. ആ പെങ്കൊച്ചും നമ്മളെ ശ്രദ്ധിക്കും. ഇനി കൊടുക്കരുത് വണ്ടി കേട്ടോ, നീ തരത്തില്ലാന്ന് പറഞ്ഞേക്കണം വണ്ടി. ഒരു ഹോൺ അടിച്ച് അയാളെ കടന്നു പോയിക്കാം. അയാളുടെ പുറകിലേക്ക് പോകരുത് ഒരിക്കലും. അയാളെ കടന്നു പോയിക്കാം. പുള്ളി ഒരു ലക്ഷ്യമില്ലാതെ ഒരു മിനിമത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവരുടെ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുക. അവർ ഏതേ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നതാണ്ട വേഗത കുറച്ചുകൊണ്ടിരിക്കും. ഇത്രേ ഉള്ളൂ. മാമിന് അറിയാം, മാമിന്റെ കാല് പെട്ടെന്ന് വഴങ്ങില്ല എന്നറിയാം. കുറച്ച് അഡ്വാൻസ് ആയിട്ട് ആ കാല് ബ്രേക്കിലേക്ക് വെച്ചോണം. നേരത്തെ കാണുന്ന തിരക്കുകൾക്ക് സമയത്ത് ബ്രേക്കിൽ വെക്കാതെ നേരത്തെ ബ്രേക്കിലേക്ക് ആക്കിക്കോണം കാലിനെ. ചില കാര്യങ്ങൾ ഒരു ഡ്രൈവർ ചെയ്യുന്ന പോലെ നമുക്ക് സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊന്ന് അഡ്വാൻസ് ആയിക്കോണം. ഒരു വളവോ എന്തെങ്കിലും വരുമ്പോൾ കൃത്യമായിട്ട് വേഗത കുറച്ച് തന്നെ തിരിഞ്ഞു വരാൻ നോക്കിക്കോണം. ഇതിപ്പോ ഞങ്ങൾ ടാക്സി വിളിച്ച് പോണ പോലെ ഉണ്ടല്ലോ. മാം എടുത്ത് എല്ലാ ദിവസവും ഇത് കൈകാര്യം ചെയ്യണം കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ലപോലെ തന്നെ ഓടിച്ചു പോകണം. ഇനി ഇതിലെന്തോ ചെയ്യാനുള്ള അത് ഇപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞു ഓടിക്കാൻ അറിയത്തില്ലെന്നാ പറഞ്ഞു. ഇപ്പൊ പാർക്കിംഗ് ആയി. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഓടുന്ന രീതി നമുക്ക് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. മുന്നോട്ട് നല്ല രീതിയിൽ ഓടിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ പുറകിൽ നമ്മൾ പോലും അറിയാതെ കറക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ തിരക്ക് വീണ വേണ്ട. പുറകിൽ വന്നവനെ അറിയിക്കണം അവിടെ ഫ്രണ്ടിൽ തടസ്സമുണ്ട്. നമ്മുടെ ബ്രേക്കിൽ കാല് വെച്ച് 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 വേണം അങ്ങോട്ട് എത്തിക്കാൻ. ഓക്കെ അല്ലേ? അവിടുന്ന് എങ്ങോട്ട് പോകണം മാം? ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ? അപ്പൊ ലെഫ്റ്റ് പോട്ടെ. എന്നിട്ട് നമുക്ക് റിവേഴ്സ് നോക്കാം. ഒരു ഗ്യാപ്പ് വീണ വേണ്ട മുന്നിൽ, അതും കൂടെ ഒന്ന് അടുപ്പിച്ച് നിർത്തി കൊടുക്കും. ആ അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ അല്ലേ? മാമിന് വണ്ടിയുടെ താഴ്ഭാഗം കണ്ട അത് കാണാൻ പറ്റണം. അപ്പൊ കാണാമല്ലോ അത് ടൈൽ ലൈറ്റ് ആ ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഇരിക്കുന്ന ഭാഗം കണ്ട. അയാൾ എങ്ങോട്ടെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് ബ്രേക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മാമിന് കാണാൻ പറ്റണം.
അത് ഏത് വണ്ടിയുടെ പുറകിൽ നിന്നാലും അതിൻ്റെ ടെയിൽ ലൈറ്റ് കാണാൻ പറ്റണം മാമിന്. അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണണം നമുക്ക്. അയാൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഇൻഡിക്കേറ്റർ ഇടുന്നതെന്ന് ഇപ്പോൾ കാണാം. ശരിയല്ലേ? ആ ഒരു ഡിസ്റ്റൻസിലെ വണ്ടി നിർത്താവുള്ളൂ. അത് മാക്സിമം ആക്കണ്ട, മിനിമം. അത് മറയാതെ മിനിമം പോയി നിന്നോണം. അയാൾ ഇനി എങ്ങോട്ട് തിരിയാൻ ഇൻഡിക്കേറ്റർ ഇട്ടാലും നമുക്ക് കാണാം. ഇപ്പം അയാൾ ബ്രേക്ക് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. തെളിയുന്നില്ല, അത് വേറെ കേസ്. പോട്ടെ, കണ്ടാ അയാൾ റൈറ്റ് ഇട്ട് നമുക്ക് മുന്നിലേക്ക് പോകും. പിന്നിലേക്കാണ് ഇപ്പോഴും നോക്കുന്നത്. മുന്നിൽ സ്ഥലം വീണ കണ്ട. നമ്മൾ നീങ്ങാതിരിക്കുമ്പോഴാണ് ആളുകൾ അത് സ്ഥലത്തേക്ക് കയറി വരുന്നത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. ഏത് സൈഡിൽ കൂടെ പോകണം? കാല് ബ്രേക്കിൽ തന്നെ പോവാം. ഇത്തിരി കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് നിൽക്കാം. അങ്ങനെ ചുറ്റുപാട് നോക്കല്ലേ മാം? ഓക്കെ അല്ലേ? മാം എപ്പോഴും ഇങ്ങനെ ചുറ്റുപാട് സ്കാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അത് ചെയ്യരുത്. അല്ല മാം ഇവിടെ സ്ഥലം ഇട്ട് കൊടുത്തിട്ടല്ലേ അയാൾ കയറി വന്നത്. അയാൾ കയറി പോകുന്നത് അയാളുടെ കോൺഫിഡൻസിൽ അയാൾ കയറി പോകുന്നത്. അത് നിയമപരമായിട്ട് ശരിയാണ്. ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളെന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ മുഖം മാറുന്ന വേണ്ട. മുട്ടിക്കഴിയുമ്പോൾ ന്യായം ആരുടെ ഭാഗത്താ മാം? മാം പറയണം. ആരും പറഞ്ഞില്ലെങ്കിൽ ഇയാൾ പോകണം വേണ്ട. അവിടെ സ്ഥലമുള്ളതുകൊണ്ട് അയാൾ പോകുന്നത്. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് എല്ലാവരെയും ഒന്നും മര്യാദക്കാരാക്കാൻ പറ്റുമോ? നമ്മുടെ കാര്യം കൃത്യമായിരിക്കണം. നമ്മൾ സൈഡിൽ നിന്ന് ഒരുപാട് അകന്നു പോകരുത്. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് അവരെന്ത് ഇരുത്താൻ പറ്റില്ല. അല്ലെ നമ്മൾ ബോർഡ് എഴുതി വെച്ചുകൊണ്ട് നടക്കണം ചുറ്റിനും. ആരും അടുത്ത വശത്തൂടെ വരരുത്, നോക്കി നോക്കി പോകണമെന്നൊക്കെ എഴുതി വെക്കണം. പറഞ്ഞിട്ട് മുഖം മാറായിരുന്നാൽ മതി. മാമിന് തന്നെ ഒരു പ്ലാൻ വേണം. നമുക്ക് ലെഫ്റ്റായി വണ്ടിയെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഒരിക്കലും നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറാൻ പാടില്ല. മാറിയാൽ നമ്മൾ ലെഫ്റ്റ് തിരിയാൻ ശ്രമിക്കുമ്പോൾ ഒരുതിനടുത്തോടെ വരും, അവനിട്ടിടിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് വേണ്ടുന്ന സ്ഥലം കൃത്യമായിട്ട് എടുത്തെടുത്ത് പോയിക്കോണം. കൂടുതൽ സ്ഥലം ഇവിടെ ഇടാൻ പാടില്ല. ഇട്ടാൽ 2 വീലറോ സൈക്കിളോ ആരെങ്കിലും അതിനിടയിലോട്ട് വരും. വശം നോക്കി നീങ്ങി കൊടുക്കും. ആ ഹോൺ അടിക്കുന്നവർ അവിടെ കിടന്ന് അടിച്ചോട്ടെ മാം. മാമിൻ്റെ ട്രാക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിഞ്ഞ് നോക്കല്ലേ മാം അവരെ? നോക്കതേ ഇവിടെ അകലെന്ന് കണ്ട വണ്ടി. പോട്ടെ, ഈ സൈഡിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാം. ഒട്ടേൻ എടുക്കുന്നതിന് മുമ്പ് കാലൊന്ന് ബ്രേക്കിൽ വെച്ച് വന്നിട്ട് കറക്റ്റായിട്ട് തിരിഞ്ഞു പോവാ. പോയിക്കോ, സിഗ്നലല്ലേ, പോയിക്കോ. ഇപ്പോഴും നമ്മുടെ വഴി നമ്മുടെ മുന്നിലുണ്ട് മാം. എതിർവശത്തുള്ളവരെ നോക്കണ്ട, അവരെന്ത് വേണേൽ ചെയ്തോട്ടെ. മാമിന് പോകാനുള്ള വഴിയില്ലേ? അപ്പം നീങ്ങി പോകും. മാം അങ്ങോട്ട് ചെല്ലാതെ അത്രയും കാലം വേറെ ആളുകൾ ആ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും നോക്കും, നമ്മുടെ ട്രാക്ക് മാത്രം നോക്കി പോകും. ഓക്കെയാണ്. നമ്മുടെ ട്രാക്കിൽ കൂടെ എതിരെ വരുന്ന എന്തിനു വേണ്ടി വേഗത കുറച്ചാൽ മതി, ഒഴിഞ്ഞു മാറണ്ട മാം. സ്പീഡ് കുറച്ച് അവിടെ തന്നെ നിന്നു. എന്താ വലിയ ക്യൂ അല്ല തോന്നല്ലേ? ഒരു ഹോൺ അടിക്കും മാം, അത്രേ ഉള്ളൂ. അയാൾ അലർട്ടാണ്. ഇനി അയാൾ വട്ടം ചാടില്ല. അയാൾ നമ്മളെ കണ്ടു. അത് നമ്മുടെ ആത്മവിശ്വാസമാണ്. അതിനുവേണ്ടി ഹോൺ അടിച്ച് അയാളെ ഒന്ന് അറിയിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും പിന്നിലേക്കാണ് കണ്ണ്. നമ്മൾ മുന്നിലേക്കാണ് മാം ഓടിക്കൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങളെല്ലാം മുമ്പിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുറകിൽ നിന്ന് ഒരു തടസ്സവും വരില്ല. ആരും മാമിനെ തള്ളിയിട്ടിട്ട് കയറി വരില്ല മുന്നിലേക്ക്. വരുവാ അയാൾ മാമിനെ നോക്കി തന്നെ കയറി വരത്തുള്ളൂ. നമ്മൾ ഈ വണ്ടിയെ വലത്തോട്ട് മാറ്റേണ്ടി വന്നാൽ മിറർ നോക്കണം, ഇടത്തോട്ട് മാറ്റേണ്ടി വന്നാൽ മിറർ നോക്കണം. നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ ഫ്രണ്ടിലെ തടസ്സങ്ങൾക്കനുസരിച്ച് ചെറുതായിട്ട് അറേഞ്ച് ചെയ്യുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. വണ്ടിയെ തിരിക്കുന്നില്ല. നമ്മുടെ സൈഡ് തന്നെ നോക്കി തിരിക്കും. വേഗത കുറച്ച് കൊടുക്കും. അതായിട്ട് നോക്കി ഒഴിഞ്ഞു മാറരുത്. ഓക്കെയാണ്. ഇപ്പോഴും പുറകിലാ കണ്ണ്. ആ പുറകിലേക്ക് നോക്കുന്ന നിർത്താവോ കുറച്ച് നേരത്തേക്ക്?
മാത്രം, നമ്മുടെ സൈഡ് മാത്രം നോക്കണം. വേഗത വേണ്ട നമുക്ക്, ബ്രേക്ക് കാലവും. എല്ലാ ടേൺ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഒന്ന് വേഗത കുറച്ച് തന്നെ വണ്ടിയെ തിരിച്ചു കൊണ്ടുപോകും. എങ്ങോട്ട് പോകണം? നേരെ പോണം അതോ എങ്ങനെ നിനക്ക് സൗകര്യം അനുസരിച്ച് പോക്കോ. അതാ നിനക്കൊരു കണക്കൂട്ടൽ വേണമെന്ന് പറഞ്ഞേ. പയ്യെ നിന്നതാ, നോക്കി ക്രോസ് ചെയ്യും. അവരെ നോക്കി ഇരിക്കരുത് മാം. ഫ്രണ്ടിൽ പോക്ക് നടക്കത്തില്ലല്ലേ? ബ്രേക്ക് കാലം കൊണ്ടുപോകും. തിരിഞ്ഞു മറിഞ്ഞ് അവരെ നോക്കിക്കൊണ്ടിരിക്കരുത്. മാമിന്റെ ഫ്രണ്ടിലെ കാഴ്ചക്ക് അനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോകും. പുറകിലേക്ക് നോക്കാതിരിക്കാൻ കാറിനെ കൊണ്ട് മേടിപ്പിക്കണം. വേഗത കുറച്ച് കൊടുക്കും മാം. ഒഴിഞ്ഞു മാറണ്ട. കണ്ട അയാളുടെ ട്രാക്കിലേക്ക് മാറിയത് കണ്ട. നമ്മൾ നേരത്തെ കണ്ടതാ അവരെ. നമ്മളെ വേഗത കുറച്ച് കൊടുത്തത്. ഇവിടെ മറ്റേ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് തിങ്കളാഴ്ച ടെസ്റ്റ് ഉണ്ടെന്ന് തോന്നല്ലേ? ഇന്ന് മെറ്റാ ടെസ്റ്റാ. ഈ വണ്ടിയുടെ അല്ല. പിന്നിലേക്ക് നോക്കരുത്. ഫ്രണ്ടിൽ നമ്മുടെ സൈഡ് തെളിഞ്ഞു വന്നതാണ്ട. ആ സൈഡിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ വണ്ടിയെ. അത്രേ ഉള്ളൂ. അയാൾ കടന്നു വരുന്നു എന്ന് അറിയിക്കാൻ അയാൾ ഹോൺ അടിച്ചോണ്ടിരിക്കുന്നത്. അയാളുടെ വഴി ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി മാം. ഇപ്പോഴും കണ്ണവിടെ പോകുന്നുണ്ട്. വന്നോട്ടെ മാം. നമ്മൾ അവരുടെ വഴി തടഞ്ഞല്ലല്ലോ പോകുന്നത്. നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ അല്ലേ പോകുന്നത്. അയാൾക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ അയാൾ കടന്നു പോയിക്കോളും. എങ്ങോട്ട് പോകണം? നമുക്ക് ലെഫ്റ്റ് പോണ, നേരെ പോണ, എങ്ങോട്ട് പോകണം? അപ്പോൾ ലെഫ്റ്റ് പോട്ടെ. ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചു മാം. നോക്കുക, ജംഗ്ഷൻ അനുസരിച്ച് തന്നെ വണ്ടിയെ കൊണ്ടുപോകും. അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. പുറകോട്ട് നോക്കല്ലേ മാം. ബ്രേക്ക് അല്ലേ, ഹോൺ അടിക്കും. എന്നിട്ട് നമ്മുടെ സൈഡിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോകാം. അങ്ങനെ ഓക്കെ അല്ലേ? നമ്മുടെ ഫ്രണ്ടിനനുസരിച്ച് പതിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫ്രണ്ട് മാത്രം നോക്കി അതിന് വേണ്ടി മാറുക വരിക എന്താന്ന് വെച്ചാൽ ചെയ്ത് പോകും. ഇതിലെ എത്ര വട്ടം വന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ സ്റ്റേഷനില് ഈ ജംഗ്ഷനിൽ വന്നിട്ട് തിരിയും ഞങ്ങൾ എപ്പോഴും. ഇതിലെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ഇവിടുത്തെ വേറെ ആൾക്കാരെ ക്ലാസ്സിന് വേണ്ടി എത്തി നോക്കരുത് മാം. നമ്മുടെ മുന്നിലെ കാഴ്ച കണ്ടല്ലോ, അതിനനുസരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും വണ്ടിയെ. ഓക്കെ അല്ലേ? പോട്ടെ. ഇടത്താവളം. ഇവിടെ ആൾക്കാർ വരാറുണ്ടെന്ന് തോന്നുന്നു. ശബരിമല സീസണിൽ വണ്ടിയൊക്കെ കൊണ്ടിട്ട് റെസ്റ്റ് എടുക്കാൻ. പുറകെ ബസ് വന്നെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ഹോൺ അടിച്ചെങ്കിൽ ശല്യം ചെയ്താ. അപ്പം നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചു പോകുന്നല്ലേ, അയാളെ തടസ്സപ്പെടുത്തുന്നില്ലെന്നല്ലേ. ലെഫ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ഇടുക. എന്നിട്ട് മാം ഒന്ന് ഒതുക്കി നിർത്തിക്കുക എവിടെയെങ്കിലും. ആ ബോർഡ് കഴിഞ്ഞിട്ട് ആ സൈഡിലൊന്ന് ഒതുക്കി നിർത്തിക്കുക. മതിലിൻ്റെ അവിടെ, പച്ച മതിലിൻ്റെ അവിടെ. അത്ര ഇറക്കണ്ട, സൈഡിലൊരു കുഴിയാണ്. കണ്ട തെളിഞ്ഞ് കാണുന്ന സ്ഥലത്തേക്കേ വണ്ടിയെ വിട്ടു കൊടുക്കാവുള്ളൂ.
ഓക്കെ അല്ലേ? ആ അതെ, ആ സൈഡിലോട്ട് ഒതുക്കി നിർത്തി ഇവിടെ സൈഡിൽ. ഓക്കെ അല്ലേ? ഇപ്പൊ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ അവിടെ വഴിയാണെന്ന് വിചാരിച്ച് ഇറക്കിക്കൊണ്ട് വന്നതാ. ഇങ്ങനെ കാണുന്ന സ്ഥലത്തേക്ക് മാത്രമേ വണ്ടിയെ വിട്ടു കൊടുക്കാവുള്ളൂ. കാരണം ഈ പുല്ലിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് അറിയാൻ വയ്യ. ഞാനത് വീണ്ടും നോക്കിയാൽ എനിക്ക് അവിടെ ഒരു കുഴി ഉണ്ടെന്ന് മനസ്സിലായ മാം ചിലപ്പോൾ അത് കണ്ടില്ല എന്ന് വരും. വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ മാമിന് ഇങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്കേ വണ്ടി വിട്ടു കൊടുക്കാവുള്ളൂ, അല്ലാതെ ഇറക്കിക്കൊണ്ട് വരരുത്. ഈ പുല്ലിനകത്ത് ചിലപ്പോൾ ഒരു ഡ്രെയിനേജ് ഉണ്ടാവും. മാം സ്ഥലമാണെന്ന് വിചാരിച്ച് ഇറക്കി കൊടുക്കും അങ്ങോട്ട്, വണ്ടി അതിലൂടെ കിടക്കും. ഇപ്പോഴും അതാ പറ്റിയത്. അവിടെ സ്ഥലമാണെന്ന് വിചാരിച്ച് അത് ഇറക്കിയത്, ആ ഡ്രെയിനേജിന്റെ ക്യാപ്പിൽ നിന്ന് താഴോട്ട് പോവാം നമുക്ക്. ബാക്കിൽ എപ്പോൾ സ്യൂട്ടായിട്ടൊരു അവസരം കിട്ടുന്നു അപ്പം ഇറങ്ങിയാൽ മതി. അതുവരെ മാം ഇവിടെ നിന്നോ. പോവാ. ആ കിട്ടുന്ന ക്യാപ്പിൽ ഇറങ്ങിയാൽ മതി. ഇനി നേരെയാക്കി പോ. ഇനി വലത്തോട്ട് നമ്മൾ പോകുന്നില്ല, കണ്ട